KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കരുണാനാളുകളിൽ കാരുണ്യ കൈനീട്ടം. SYS റിലീഫ് ഡേ ഈ മാസം 17-ന് ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊല്ലം കോടതി വളപ്പിൽ സ്ഫോടനം ആസൂത്രിതമെന്ന് പോലീസ്. 5 CCTV ക്യാമറകൾ പ്രവർത്തനരഹിതം. വിമാനയാത്ര ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള വ്യോമയാന നയത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. വിശുദ്ധ കഅബയുടെ വാതിലിനും മഖാമു ഇബ്രാഹിമിനും പുതിയ മുഖം നൽകാൻ സൽമാൻ രാജാവിന്റെ നിർദ്ദേശം. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് യാത്ര നടത്തുന്നവരിൽ ഏറ്റവും കൂടുതൽ ഹാജിമാർ ഇത്തവണയും ഉത്തർപ്രദേശിൽ നിന്ന്. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം തുടങ്ങി. സ്റ്റേറ്റ് ബാങ്കുകൾ SBI ലയിപ്പിക്കുന്നതിന് കേന്ദ്രത്തിന്റെ അംഗീകാരം. UDF സർക്കാരിന്റെ ഉത്തരവുകളിൽ ഭൂരിപക്ഷവും ക്രമവിരുദ്ധമെന്ന് മന്ത്രിസഭാ ഉപസമിതി. വാർത്തകൾ വിശദമായി. ഈ മാസം 17 വെള്ളിയാഴ്ച റമളാൻ 12-ന് നടക്കുന്ന SYS റിലീഫ് ഡേ വൻ വിജയമാക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കരുണാനാളുകളിൽ കാരുണ്യ കൈനീട്ടം എന്ന പ്രമേയത്തിൽ സംസ്ഥാന വ്യാപകമായി SYS-ന് കീഴിലും കേരളത്തിനു പുറത്ത് MOI-യുടെ നേതൃത്വത്തിലും ഗൾഫ് നാടുകളിൽ ICF-ന്റെ ആഭിമുഖ്യത്തിലുമാണ് ദിനാചരണം. SYS-ന് കീഴിൽ ആതുര സേവന മേഖലയിൽ ഉൾപ്പെടെ നടത്തുന്ന സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള നിധി സമാഹരണമാണ് ദിനാചരണത്തിലെ മുഖ്യ ഇനം. പാർശ്വവത്കരിക്കപ്പെട്ടവരെയും അശരണരെയും മുഖ്യധാരയിലെത്തിക്കുന്നതിന്റെ ഭാഗമായി സംഘടന നടത്തുന്ന ദാറുൽ ഖൈർ ഭവന പദ്ധതി, മെഡിക്കൽ കാർഡ്, നിത്യരോഗികളുടെ പരിചരണം, ആശുപത്രി സേവനം, ആംബുലൻസ് സർവീസ്, ചികിത്സാ സഹായം, ഭക്ഷ്യധാന്യ വിതരണം തുടങ്ങി സാന്ത്വന പ്രവർത്തനങ്ങൾക്കും പ്രാദേശിക ഘടകങ്ങളായ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ 5 ലക്ഷം കുടുംബങ്ങൾക്ക് നൽകുന്ന റമളാൻ കിറ്റുകൾക്കും വേണ്ടി പൊതുജന പങ്കാളിത്തത്തോടെ 1 കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. ഇതിനുവേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി. കീഴ്ഘടകങ്ങൾക്കുള്ള പരിശീലനവും മെറ്റീരിയൽ വിതരണവും നടത്തി. പ്രഥമഘട്ട അവലോകനവും പൂർത്തീകരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി യൂണിറ്റ് ഘടകങ്ങളുടെ നേതൃത്വത്തിൽ ഉദാരമതികളെ സമീപിച്ചും പള്ളികളും കവലകളും വീടുകളും കേന്ദ്രീകരിച്ച് ബക്കറ്റ് കളക്ഷൻ വഴിയും നിധി സമാഹരണം നടത്തും. റിലീഫ് ഡേയുടെ ഔപചാരിക ഉദ്ഘാടനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപാധ്യക്ഷൻ ഷിറിയ ആലിക്കുഞ്ഞ് മുസ്ലിയാർ നാളെ നിർവഹിക്കും. അറിവ് പകരുന്ന മദ്രസ മൗലവിങ്ങൾക്ക് ആശ്വാസമായി പതിവ് തെറ്റാതെ ഈ വർഷവും റമളാനിൽ SYS കൈനീട്ടം. വിശ്വാസികളുടെ വിളവെടുപ്പ് കാലം എന്ന ശീർഷകത്തിൽ സുന്നി സംഘകുടുംബം നടത്തുന്ന റമളാൻ ക്യാമ്പയിനിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട നിർധനരായ 800 മൗലവി കുടുംബങ്ങൾക്ക് സാന്ത്വനം റമളാൻ കിറ്റ് വിതരണം ചെയ്യും. ICF ഖത്തർ മലപ്പുറം ചാപ്റ്ററിന്റെ സാമ്പത്തിക സഹകരണത്തോടെയാണ് അവശ്യ സാധനങ്ങളടങ്ങിയ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. നാട്ടിലെ ധാർമ്മികാന്തരീക്ഷം നിലനിർത്തുന്നതിൽ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന മദ്രസ മൗലവികളെ കഴിഞ്ഞ 6 വർഷമായി സ്ഥിരമായി സഹായിക്കുന്ന ഖത്തർ ICF പ്രവർത്തകരുടെ സേവനം ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഈ മാസം 19-ന് ജില്ലയിലെ സോൺ ആസ്ഥാനങ്ങളിൽ നടക്കുന്ന വിപുലമായ പ്രാർത്ഥനാ മജ്ലിസിൽ വെച്ചാണ് കിറ്റുകൾ വിതരണം ചെയ്യുക. ഇത് സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് വാദി ഇസ്ലാമിൽ ചേർന്ന SYS ക്യാബിനറ്റ് അന്തിമരൂപം നൽകി. പ്രസിഡന്റ് സയ്യിദ് സ്വലാഹുദ്ദീൻ ബുഖാരി അധ്യക്ഷത വഹിച്ചു. അബൂബക്കർ മാസ്റ്റർ പടിക്കൽ, അലവി പുതുപ്പറമ്പ്, സയ്യിദ് സീദി കോയത്തങ്ങൾ, ജമാൽ കരുളായി, VPM ബഷീർ പറവന്നൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് യാത്ര നടത്തുന്നവരിൽ ഈ വർഷവും ഏറ്റവും കൂടുതൽ പേർ ഉത്തർപ്രദേശിൽ നിന്ന്. ഇവിടെ നിന്ന് ഇത്തവണ 21,828 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. രാജ്യത്ത് ഹജ്ജ് അപേക്ഷകരുടെ എണ്ണത്തിൽ ഉത്തർപ്രദേശ് 4ാം സ്ഥാനത്താണെങ്കിലും ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള സംസ്ഥാനം എന്ന നിലയിലാണ് ഏറ്റവും കൂടുതൽ ഹജ്ജ് സീറ്റുകൾ ഉത്തർപ്രദേശിന് അനുവദിച്ചു കിട്ടുന്നത്. ഈ വർഷം ഇന്ത്യയിൽ നിന്ന് 1,36,020 പേരാണ് ഹജ്ജിന് പുറപ്പെടുക. ഇതിൽ 1,20,020 പേർ വിവിധ സംസ്ഥാനങ്ങളിലെ ഹജ്ജ് കമ്മിറ്റികൾ വഴിയും 36,000 പേർ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴിയുമാണ് യാത്രയാകുന്നത്. ഇവരെ കൂടാതെ ജോലി ആവശ്യാർത്ഥവും മറ്റുമായി ഗൾഫിലുള്ള ഇന്ത്യക്കാരും ഹജ്ജ് കർമ്മത്തിനായി മക്കയിൽ എത്തും. ഇന്ത്യയിൽ നിന്ന് ഈ വർഷം 4,50,187 പേരാണ് ഹജ്ജിന് അപേക്ഷ നൽകിയിരുന്നത്. ഇതിൽ നിന്നാണ് 1,00,000-ഓളം പേർ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതിൽ 36,000 പേർ ഗ്രീൻ കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്.
സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പുറമെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവരുടെ പ്രത്യേക ക്വാട്ടയും ഇതിൽ ഉൾപ്പെടും. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് ഓരോ സംസ്ഥാനത്തെയും മുസ്ലിം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഹജ്ജ് ക്വാട്ട സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകുന്നത്. കേരളത്തിൽ നിന്ന് ഇത്തവണ 10,000-ലേറെ പേർക്ക് അവസരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 9,943 പേർക്കാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഓരോ രാജ്യങ്ങളിലെയും മുസ്ലിം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് സൌദി സർക്കാർ ക്വാട്ട അനുവദിക്കുന്നത്. മുമ്പ് ഇന്ത്യക്ക് അനുവദിച്ചിരുന്ന ക്വാട്ട 1,70,025 ആയിരുന്നു. എന്നാൽ പിന്നീട് ഹറമിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും നിലവിലുള്ള ക്വാട്ടയിൽ 20% കുറവ് വരുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യയുടെ മൊത്തം ക്വാട്ട 1,36,020 കുറഞ്ഞത്. തുടർച്ചയായ 4ാം വർഷമാണ് ഇത്തരത്തിൽ അനുവദിച്ചു കിട്ടുന്ന ക്വാട്ടയിൽ കുറവ് വരുന്നത്. മുംബൈ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത, ബാംഗ്ലൂരു, കൊച്ചി, അഹമ്മദാബാദ്, ഹൈദരാബാദ്, ശ്രീനഗർ, ലക്നൌ, നാഗ്പൂർ, ഗയ, ജയ്പൂർ, ഔറംഗാബാദ്, ഗുവാഹത്തി, വാരാണസി, ഇൻഡോർ, റാഞ്ചി, മാംഗ്ലൂർ, ഭോപ്പാൽ, ഗോവ എന്നീ 21 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ യാത്രയാകുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രയിൽ കേരളത്തിനു പുറമെ ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും യാത്രയാകും. കൊച്ചിയിൽ നിന്ന് ഹജ്ജ് യാത്ര നടത്തുന്നവർക്ക് വിശ്രമത്തിനും മറ്റും വൻ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മാസം തോറും കുവൈത്ത് സിറ്റിയിൽ ICF കുർത്തുബ യൂണിറ്റ് നടത്തിവരാറുള്ള ദിക്ർ സ്വലാത്തും ഇഫ്താർ സംഗമവും വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ KPTC ബസ് സ്റ്റാൻഡ് പരിസരത്തെ പാരഗൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. ICF സിറ്റി സെൻട്രൽ പ്രസിഡന്റ് കോയ സഖാഫിയുടെ അധ്യക്ഷതയിൽ ICF നാഷണൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തൻവീർ സാഹിബ് ഉദ്ഘാടനം ചെയ്യും. സെൻട്രൽ ഉപാധ്യക്ഷൻ സയ്യിദ് അബ്ദുള്ള ബുഖാരി ദുആക്ക് നേതൃത്വം നൽകും. മർക്കസ് PRO ഉബൈദുള്ള സഖാഫി വിശിഷ്ടാതിഥിയായിരിക്കും. കൂടാതെ മറ്റ് പ്രമുഖ വ്യക്തികളും പങ്കെടുക്കും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മജ്ലിസ് വൈസ് ചെയർമാൻ അബ്ദുൽ ഖയ്യൂം വെള്ളിപ്പറമ്പ് അറിയിച്ചു. വിശുദ്ധ കഅബയുടെ വാതിലിനും മഖാമു ഇബ്രാഹിമിനും പുതിയ മുഖം നൽകാൻ സൽമാൻ രാജാവ് നിർദ്ദേശിച്ചു. റീഡിസൈൻ ജോലികളുടെ ഉത്തരവാദിത്വം ഇരുഹറം കാര്യവകുപ്പ് മേധാവി ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിനായിരിക്കും. ഇസ്ലാമിക വാസ്തുശില്പ ശൈലിയോട് യോജിക്കുന്ന രീതിയിലായിരിക്കും പുതിയ രൂപകൽപ്പന നടത്തുക. നേരത്തെ ഖാലിദ് രാജാവിന്റെ കാലത്താണ് അവസാനമായി കഅബയുടെ വാതിൽ നവീകരണം നടത്തിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഅബയുടെ ഉടയാടയായ കിസ്വ നിലത്തുറപ്പിക്കുന്നതിനുള്ള ഗോൾഡൻ റിങ്ങുകൾ സ്ഥാപിക്കുന്ന ജോലികൾ നടന്നിരുന്നു. കൊല്ലം കലക്ടറേറ്റിൽ കോടതി വളപ്പിൽ സ്ഫോടനം, ഒരാൾക്ക് പരുക്കേറ്റു. CJM കോടതിക്കു സമീപം നിർത്തിയിട്ടിരുന്ന പഴയ ജീപ്പിൽ സ്ഥാപിച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചത്. ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച ബാറ്ററികളും സ്റ്റീൽ ചീളുകളും വെടിമരുന്നിന്റെ അംശവും കണ്ടെത്തിയിട്ടുണ്ട്. സ്ഫോടനം ആസൂത്രിതമെന്ന് പോലീസ് അറിയിച്ചു. കോടതിയും കലക്ടറേറ്റും പ്രവർത്തനം തുടങ്ങിയ ശേഷം 11 മണിയോടെയാണ് ഉഗ്രസ്ഫോടനമുണ്ടായത്. CJM കോടതിക്ക് മുന്നിൽ കിടന്നിരുന്ന ലേബർ വകുപ്പിന്റെ പഴയ ജീപ്പിനുള്ളിൽ സഞ്ചിയിൽ വെച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനത്തിൽ സമീപത്ത് നിന്നിരുന്ന DCC ഭാരവാഹി സാബുവിന് പരുക്കേറ്റു. സ്ഫോടനം നടന്ന ഉടൻ കൊല്ലം പോലീസ് കമ്മീഷണർ സതീഷ് ബിനോയുടെ നേതൃത്വത്തിൽ പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി. ടൈമർ വെച്ചുള്ള ബോംബ് സ്ഫോടനം ആസൂത്രിതമെന്ന നിഗമനത്തിലാണ് പോലീസ്. ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച 17 ഫ്യൂസും 14 ബാറ്ററികളും സ്റ്റീൽ പ്ലേറ്റുകളും കണ്ടെടുത്തു. ഉപയോഗിച്ച വെടിമരുന്ന് ഏതെന്ന് തിരിച്ചറിയാൻ പരിശോധനയ്ക്കയച്ചു. മാവോയിസ്റ്റ് സാന്നിധ്യം ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൊല്ലം കലക്ടറേറ്റിൽ CCTV റെക്കോർഡ് ചെയ്യാതെ അട്ടിമറിയുമുണ്ടായി. പ്രവർത്തിക്കുന്ന 5 ക്യാമറകളുടെയും റെക്കോർഡിംഗ് ഓഫ് ചെയ്തിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ ഇതുമൂലം പോലീസിന് ലഭ്യമായില്ല. പ്രതിയെ കണ്ടെത്താനുള്ള പ്രധാന മാർഗം ഇതോടെ ഇല്ലാതായി. വിമാനയാത്ര ജനകീയവും ചെലവ് കുറഞ്ഞതുമാക്കാൻ ലക്ഷ്യമിട്ടുള്ള വ്യോമയാന നയത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. അരമണിക്കൂർ യാത്രയ്ക്ക് 1,200 രൂപയും 1 മണിക്കൂറിന് 2,500 രൂപയുമായിരിക്കും പരമാവധി ടിക്കറ്റ് നിരക്ക്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ എയർ കേരളയ്ക്ക് പുതിയ വ്യോമയാന നയം തുണയാകും. രാജ്യാന്തര സർവീസുകൾ നടത്തുന്നതിന് 20 വിമാനങ്ങളും 5 വർഷം ആഭ്യന്തര സർവീസ് നടത്തിയുള്ള പരിചയവും വേണമെന്ന നിബന്ധനയാണ് എയർ കേരളയ്ക്ക് തടസ്സമായിരുന്നത്. പുതിയ വ്യോമയാന നയത്തിൽ ഇത് ഒഴിവാക്കി. പകരം ആഭ്യന്തര സർവീസിന്റെ തോത് അനുസരിച്ചുള്ള ഡൊമസ്റ്റിക് ഫ്ലൈയിംഗ് ക്രെഡിറ്റ് സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അരമണിക്കൂർ 1 മണിക്കൂർ യാത്രകളുടെ ടിക്കറ്റ് നിരക്കിന് പരിധി നിശ്ചയിച്ചതോടൊപ്പം ആഭ്യന്തര സർവീസുകളിലെ 2% സെസ് എടുത്തുകളഞ്ഞു. പുതിയ നയത്തിലെ മറ്റു പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. വിമാനം റദ്ദ് ചെയ്യുമ്പോൾ നിർദ്ദിഷ്ട യാത്രാ സമയത്തിന് 24 മണിക്കൂർ മുമ്പ് ഇക്കാര്യം യാത്രക്കാരെ അറിയിക്കണം. അല്ലാത്തപക്ഷം 10,000 രൂപ വരെ നഷ്ടപരിഹാരം. യാത്രക്കാർക്ക് കൂടെ കൊണ്ടുപോകാവുന്ന 15 കിലോയ്ക്ക് പുറമെയുള്ള സാധനങ്ങൾക്ക് ഓരോ കിലോയ്ക്കും 100 രൂപയിൽ കൂടുതൽ ഈടാക്കാൻ പാടില്ല. റദ്ദു ചെയ്ത ടിക്കറ്റുകളുടെ തുക 15 ദിവസത്തിനകം യാത്രക്കാർക്ക് കമ്പനികൾ മടക്കി നൽകണം. അംഗപരിമിതർക്ക് കൂടുതൽ സൌകര്യങ്ങൾ നൽകണം. ക്യാൻസലേഷൻ കൂലി ടിക്കറ്റ് നിരക്കിനേക്കാൾ കൂടരുത്.
പരിധിയിലേറെ ബുക്കിംഗ് ഉള്ളപ്പോൾ യാത്രക്കാർക്ക് ബോർഡിംഗ് നിഷേധിച്ചാൽ 20,000 രൂപ വരെ നഷ്ടപരിഹാരം നൽകണം. വ്യോമയാന രംഗവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, പരാതികൾ, അന്വേഷണങ്ങൾ എന്നിവയ്ക്ക് DGCA ഏകജാലക സംവിധാനം കൊണ്ടുവരും. SBT അടക്കം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 5 അനുബന്ധ ബാങ്കുകളെ ലയിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. ലയനം പൂർത്തിയാകുന്നതോടെ ലോകത്തെ വൻകിട ബാങ്കുകളുമായി മത്സരിക്കാൻ SBIക്ക് കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ജീവനക്കാരുടെ സംഘടനകളിൽ നിന്നടക്കം പല കോണുകളിൽ നിന്ന് ഉയർന്ന എതിർപ്പുകൾ അവഗണിച്ചാണ് കേന്ദ്ര സർക്കാർ ലയനത്തിന് പച്ചക്കൊടി കാട്ടിയത്. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് അനുബന്ധ ബാങ്കുകളെ SBI ലയിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചത്. SBTക്ക് പുറമെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ എന്നിവയും SBIയിൽ ലയിപ്പിക്കും. ദേശീയ മഹിളാ ബാങ്കും SBIയിൽ ലയിപ്പിക്കും. 9 മാസം കൊണ്ട് ലയന നടപടികൾ പൂർത്തിയാകുമ്പോൾ 22,500 ബ്രാഞ്ചുകളും 58,000 ATMകളുമായി 37 ലക്ഷം കോടി രൂപയുടെ ആസ്തി SBIക്കുണ്ടാകുമെന്നാണ് കണക്ക്. ലോകത്തെ ബാങ്കുകളുടെ പട്ടികയിൽ 52ാം സ്ഥാനത്ത് നിന്ന് 45ാം സ്ഥാനത്തേക്ക് ഉയരുന്ന SBIക്ക് കൂടുതൽ മത്സരക്ഷമതയുണ്ടാകുമെന്നും സർക്കാർ വാദിക്കുന്നു. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലയനം ഫലപ്രദമല്ലെന്ന് മുൻകാലങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളതായി ജീവനക്കാരുടെ സംഘടനകൾ വാദിക്കുന്നു. 2008-ൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൌരാഷ്ട്രയെയും 2010-ൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോറിനെയും SBIയിൽ ലയിപ്പിച്ചത് പ്രയോജനമുണ്ടാക്കിയില്ലെന്നും വാദമുണ്ട്. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 27-ൽ നിന്ന് 10 ചുരുക്കാനുള്ള ലയന നടപടികൾക്കാണ് കേന്ദ്ര ധനമന്ത്രാലയം തയ്യാറാക്കിയിരിക്കുന്നത്. UDF സർക്കാരിന്റെ അവസാനകാലത്തെ ഭൂമി സംബന്ധിച്ച ഉത്തരവുകളിൽ ഭൂരിപക്ഷവും ക്രമവിരുദ്ധമെന്ന് മന്ത്രിസഭാ ഉപസമിതി കണ്ടെത്തി. മെത്രാൻ കായൽ, കരുണ, ഹോപ്പ്, ചെമ്പുഭൂമി പ്രശ്നങ്ങൾ ഉൾപ്പെടെ 47 ഉത്തരവുകളിലാണ് വലിയ രീതിയിൽ നിയമം ലംഘിക്കപ്പെട്ടത്. സെക്രട്ടറിമാരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കാനാണ് AK ബാലൻ അധ്യക്ഷനായ ഉപസമിതിയുടെ തീരുമാനം. കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്ക് നൽകുക, സർക്കാർ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് ചട്ടവിരുദ്ധമായി കൈമാറുക, ഭൂനികുതി സംബന്ധിച്ച് തെറ്റായ തീരുമാനങ്ങളെടുക്കുക തുടങ്ങിയ ക്രമവിരുദ്ധമായ നടപടികളാണ് UDF സർക്കാരിന്റെ അവസാനകാലത്തെ റവന്യൂ ഉത്തരവുകളിൽ ഉള്ളതെന്നാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ വിലയിരുത്തൽ. ഹോപ്പ് പ്ലാന്റേഷൻ, കരുണ പ്ലാന്റേഷൻ എന്നിവ സംബന്ധിച്ച് മുൻ തീരുമാനങ്ങളും കോടതി ഉത്തരവുകളും ലംഘിക്കപ്പെട്ടു. ചെമ്പിൽ ഭൂമി വ്യാവസായിക ആവശ്യത്തിന് നൽകിയതിൽ തെറ്റുപറ്റി. മെത്രാൻ കായലിലെ ടൂറിസം പദ്ധതിക്കുള്ള അനുവാദം പല നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ളതാണ്. ഇങ്ങനെ ആകെ പരിശോധിച്ച 127 ഉത്തരവുകളിൽ 47 എണ്ണത്തിലും ഗുരുതരമായ പിഴവുകൾ കണ്ടെത്തി. ഇവയെക്കുറിച്ച് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ബന്ധപ്പെട്ട സെക്രട്ടറിമാരുടെ റിപ്പോർട്ട് ഉപസമിതി ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലുമാകും തുടർ നടപടികൾ സ്വീകരിക്കുക. വിവാദമായ ചില ഉത്തരവുകൾ മുൻ സർക്കാർ തന്നെ റദ്ദാക്കിയിരുന്നു. എങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനം നടന്നു എന്ന പ്രശ്നം ബാക്കിയാണ്. ഇതിൽ തുടരന്വേഷണം, നിയമ നടപടി, വിജിലൻസ് അന്വേഷണം എന്നിവ ആവശ്യമാണോ എന്ന് ഉപസമിതി വരുന്ന സിറ്റിംഗുകളിൽ തീരുമാനമെടുക്കും. അരിയുടെയും മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെയും വില നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം തുടങ്ങി. വ്യാപാര സംഘടനാ പ്രതിനിധികളുമായി സിവിൽ സപ്ലൈസ് കമ്മീഷണർ VK ബാലകൃഷ്ണൻ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. റംലാൻ, ഓണം കാലയളവിൽ ആന്ധ്രയിൽ നിന്നുള്ള അരിയുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നത് സംബന്ധിച്ച് യോഗം വിശദമായി ചർച്ച നടത്തി. അരി, ഉഴുന്ന്, പയർ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ ദൌർലഭ്യം നിലവിലില്ല എന്ന് വ്യാപാരികൾ അറിയിച്ചു. നിലവിലുള്ള വിലയിൽ ന്യായമായ കുറവ് വരുത്താൻ വ്യാപാരികൾ സന്നദ്ധത പ്രകടിപ്പിച്ചു. ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും ഇപ്രകാരം നടത്തുന്ന യോഗങ്ങളിലും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളിലും പൂർണ്ണ സഹകരണം വ്യാപാരി പ്രതിനിധികൾ ഉറപ്പു നൽകി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുണാനാളുകളിൽ കാരുണ്യ കൈനീട്ടം. SYS റിലീഫ് ഡേ ഈ മാസം 17-ന് ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊല്ലം കോടതി വളപ്പിൽ സ്ഫോടനം ആസൂത്രിതമെന്ന് പോലീസ്. 5 CCTV ക്യാമറകൾ പ്രവർത്തനരഹിതം. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം തുടങ്ങി. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് യാത്ര നടത്തുന്നവരിൽ ഏറ്റവും കൂടുതൽ ഹാജിമാർ ഇത്തവണയും ഉത്തർപ്രദേശിൽ നിന്ന്. UDF സർക്കാരിന്റെ ഉത്തരവുകളിൽ ഭൂരിപക്ഷവും ക്രമവിരുദ്ധമെന്ന് മന്ത്രിസഭാ ഉപസമിതി. വിശുദ്ധ കഅബയുടെ വാതിലിനും മഖാമു ഇബ്രാഹിമിനും പുതിയ മുഖം നൽകാൻ സൽമാൻ രാജാവിന്റെ നിർദ്ദേശം. വിമാനയാത്ര ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള വ്യോമയാന നയത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. സ്റ്റേറ്റ് ബാങ്കുകൾ SBIയിൽ ലയിപ്പിക്കുന്നതിന് കേന്ദ്രത്തിന്റെ അംഗീകാരം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.